ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉടാനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്പർ സീരീസ് പാർട്ട് 2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പാർട്ട് 1 ഒരു 15 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയായിരുന്നു. എങ്ങനെയാണ് നമ്പർ സിസ്റ്റം ക്വസ്റ്റ്യൻ വരുന്നത്, അതിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പാർട്ട് 1 നോക്കിയായിരുന്നു. നമുക്കിന്ന് പാർട്ട് 2 പോകാം. പാർട്ട് 2 നമുക്കൊരു 15 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്പർ സീരീസ് നമുക്ക് തന്നിരിക്കുന്നത് 216, 219, 214, അത് കഴിഞ്ഞ് 221, 210, ലാസ്റ്റാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. അപ്പോൾ ഇത് ചെറിയ ഒരു ഡിഫറൻസ് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്പർ ചെറുതായിട്ട് കൂടുന്നു കുറയുന്നു കൂടുന്നു കുറയുന്നു, ആ ഒരു പാറ്റേണാണ് നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ 216ഉം 219 തമ്മിൽ ഒരു 3ൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഒരു 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 219 കിട്ടും. അതേ കണക്ക് 219ഉം 14ഉം നമുക്ക് ഒരു 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡിഫറൻസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി 214ഉം 221 ആകുമ്പോൾ നമുക്ക് എത്ര ആഡ് ചെയ്യേണ്ടി വരും? ഒരു 7 ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ്. 3 ആയാലും 5 ആയാലും 7 ആയാലും എല്ലാം പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് 221ഉം 210ഉം തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ എന്തായിരിക്കും? 11 ഡിഫറൻസ് ആയിരിക്കും. അതും ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 210ഉം അടുത്ത നമ്പറിൻ്റെ അഡിഷൻ ആയിരിക്കും. അപ്പം ആദ്യം പ്ലസ് ചെയ്യുന്നു, പിന്നെ മൈനസ് ചെയ്യുന്നു, വീണ്ടും പ്ലസ് ചെയ്യുന്നു, പിന്നെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത എന്തായിരിക്കും? പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഏത് നമ്പർ പ്ലസ് ചെയ്യും? നമ്മൾ അടുത്ത നമ്പറായിട്ടുള്ള 13 നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. 13ആണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ വരുന്ന അടുത്ത പ്രൈം നമ്പർ. അപ്പോൾ 210ഉം 13ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 223 കിട്ടും. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ ഡിയിലുണ്ട് 223. അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്ക് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് നമ്പേഴ്സൊക്കെ നമ്മുടെ സീരീസ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം സീരീസ് ഒന്ന് എഴുതി നോക്കാം. സീരീസിൽ ഫസ്റ്റ് നമ്പർ 17, പിന്നെ 7, -6, -22, അടുത്ത -41, ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അപ്പോൾ നമുക്ക് 7നും 17നും ഇടയ്ക്കുള്ള ഡിഫറൻസ് നോക്കാം. ഒരു -10 അവിടെ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ 10 നമ്മളിവിടെ കുറയ്ക്കുന്നുണ്ട്. അടുത്ത 7നും -6നും ഇടയിൽ നമുക്കൊരു -13ൻ്റെ ഡിഫറൻസ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത -6നും -22നും നമുക്ക് എത്ര കുറയുന്നുണ്ട്? -16 നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് -22നും -40നും ഇടയ്ക്ക് നമുക്ക് -19 കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും 10, 13, 16, ഇവിടെ 10 ഉണ്ട്, 13 ഉണ്ട്, 16 ഉണ്ട്, 19 ഉണ്ട്. അടുത്ത നമ്പർ ഏതായിരിക്കും? -22 ആയിരിക്കും. എല്ലാത്തിലും 3 നമ്മൾ കൂട്ടി പോവുകയാണ്. അപ്പം -41ൻ്റെ കൂടെ -22 നമ്മൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? -63 കിട്ടും. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ സിയിൽ 63 ഉണ്ട്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത്. അടുത്ത് നമുക്ക് 3 പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 116, 91, 69, 50, 34, ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇവിടെ നമുക്ക് 116നും 91നും ഇടയിൽ നമുക്കൊരു 25ൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. 91നും 69നും ഇടയിൽ നമുക്കൊരു 22ൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. അതേ കണക്ക് തന്നെ 69ൻ്റെയും 50ൻ്റെ ഇടയിൽ നമുക്കൊരു 19 ഡിഫറൻസ് കാണാൻ പറ്റും. അതേ കണക്ക് 50ൻ്റെയും 34ൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര ഡിഫറൻസ് കാണാൻ പറ്റും? 19, അത് കഴിഞ്ഞാൽ 16 ഡിഫറൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. -16ൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പം ആദ്യം 25 നമ്മൾ ഡിഫറൻസ് എടുക്കുന്നു, പിന്നെ 22 എടുക്കുന്നു, പിന്നെ 19 എടുക്കുന്നു, 16 എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു 3ൻ്റെ വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത 16ആണ് ഇവിടെ കുറഞ്ഞിരിക്കണമെങ്കിൽ അടുത്ത നമ്പർ നമുക്ക് എങ്ങനെ കിട്ടും? ഒരു -13 ചെയ്താൽ നമുക്ക് അടുത്ത ലാസ്റ്റ് നമ്പർ കിട്ടും. അപ്പോൾ 34ന്ന് 13 നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഓപ്ഷൻ ഡി ഉണ്ട് 21. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഡിഫറൻസ് എടുത്ത് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. നമുക്കിനി നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ 225 ഉണ്ട്, 221 ഉണ്ട്, 214 ഉണ്ട്, 201 ഉണ്ട്, 176 ഉണ്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. 225ഉം 221 തമ്മിലുള്ള ഡിഫറൻസ് 4ആണ്. അതേ കണക്ക് 221, 214 ഡിഫറൻസ് 7 വരും. വീണ്ടും 214, 201 ആകുമ്പോൾ ഡിഫറൻസ് 13 വരും. അടുത്ത 201ഉം 176ൻ്റെ ഡിഫറൻസ് 25 വരും.
നമുക്ക് ഇതാണ് ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഡിഫറൻസുകൾക്കിടയിൽ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നില്ല. 4 ആയാലും 7 ആയാലും 13 ആയാലും 25 ആയാലും നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഒരു പ്രോപ്പർ പാറ്റേൺ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിഫറൻസുകളുടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. അപ്പോൾ ഈ 4ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 7ഉം 13ഉം തമ്മിൽ 6 ആണ്. 13ഉം 25ഉം തമ്മിൽ 12 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. 3 ഗുണം 2 ആണ് 6, 6 ഗുണം 2 ആണ് 12. അപ്പം സ്വാഭാവികമായിട്ടും അടുത്ത നമ്പർ 12 × 2 എന്തായിട്ട് വരും, 24 ആയിട്ട് വരും അടുത്ത് നമുക്ക് കിട്ടേണ്ട ഡിഫറൻസ്. അപ്പോൾ 24 നമ്മൾ 25ൻ്റെ കൂടെ കൂട്ടിയാൽ നമുക്ക് മുകളിൽ കിട്ടേണ്ട ഡിഫറൻസ് കിട്ടും, 49 എന്ന് കിട്ടും. 25ഉം 24 കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ഡിഫറൻസ് ആയിട്ടുള്ള 49 നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഈ 49 ലാസ്റ്റ് നമ്പറായിട്ടുള്ള 176 എന്ന് കുറയ്ക്കുക. അപ്പം 176 നമുക്ക് കിട്ടിയ 49 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 127 എന്ന് കിട്ടും. ഓപ്ഷൻ നോക്കുക, 127. ഓപ്ഷൻ സി ഉണ്ട് 127. അതാണ് നമ്മുടെ ആൻസർ. അപ്പം 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 127 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 5ലോട്ട് പോവാം. 5ാമത്തെ സീരീസ് എന്താണ്, 87, 66, 53, 46, 43, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം, ഇവിടെ നമുക്ക് ആദ്യം ഡിഫറൻസ് എടുത്ത് നോക്കാം. 87നും 66നും ഇടയ്ക്ക് ഡിഫറൻസ് 21 എന്ന് കിട്ടും. 66നും 53നും ഇടയ്ക്ക് ഡിഫറൻസ് 13 എന്ന് കിട്ടും. 53നും 46നും ഇടയ്ക്ക് ഡിഫറൻസ് 7 എന്ന് കിട്ടും. 46നും 43നും ഇടയ്ക്ക് ഡിഫറൻസ് 3 എന്ന് കിട്ടും. ഇവിടെയും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല, തന്നിരിക്കുന്ന ഡിഫറൻസുകൾക്കിടയിൽ ഒരു പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിഫറൻസുകളുടെ ഡിഫറൻസ് എടുത്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ 21നും 13നും ഇടയ്ക്ക് നമുക്ക് ഡിഫറൻസ് എത്രയെന്ന് കിട്ടും, 8 എന്ന് കിട്ടും. 13നും 7നും ഇടയ്ക്ക് ഡിഫറൻസ് നമുക്ക് എത്രയെന്ന് കിട്ടും, 6 എന്ന് കിട്ടും. 7നും 3നും ഡിഫറൻസ് നമുക്ക് 4 എന്ന് കിട്ടും. അപ്പം 8, 6, 4 2ൻ്റെ കുറവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത നമ്പർ എന്ത് വരും, 2ന് ഡിഫറൻസ് ആയിട്ട് വരും. അപ്പോൾ 2ന് ഡിഫറൻസ് ആയിട്ട് വരുമ്പോൾ 3നെയും 2നെയും കൂടെ എന്ത് ചെയ്യുക, ഈ കിട്ടിയ കിടക്കുന്ന 3നെയും ഈ 2നെയും കൂടെ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിഫറൻസ് ആയിട്ടുള്ള 1 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് നമ്പറിന് ഡിഫറൻസ്. അപ്പം സീരീസിലെ ലാസ്റ്റ് നമ്പർ 43 ആണ്. ഡിഫറൻസ് നമുക്ക് 1 കിട്ടി. 43 1 കുറയ്ക്കുക, എത്ര കിട്ടും, 42 കിട്ടും. ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഓപ്ഷൻ എ 42 നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ അതാണ് ഈ ഒരു നമ്പർ സീരീസിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ 42. എന്നിട്ട് നമുക്ക് 5ലോട്ട് പോവാം. 5 അല്ല, 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2, 1, 1, 1.5 ക്വസ്റ്റ്യൻ മാർക്ക് 7.5. അപ്പോൾ നമുക്കിവിടെ ഡെസിമൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ കുറയ്ക്കുന്നതോ കൂട്ടുന്നതോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ എന്തായിരിക്കും, ഫ്രാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഡെസിമൽ ആയിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ പാറ്റേൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് 2, അത് കഴിഞ്ഞാൽ 1 എന്ന് വെച്ചാൽ 2ൻ്റെ പകുതിയാണ് ഈ കിടക്കുന്ന 1. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത ഈ 1ൻ്റെ റിലേഷൻ എങ്ങനെ എടുക്കാം, ഇവിടെ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഞാനൊരു 0.5 ആഡ് ചെയ്തിട്ട് എന്താക്കുന്നു, അതിനെ 1 ആക്കുന്നു. അപ്പോൾ 1 × 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അടുത്ത നമ്പറായിട്ടുള്ള 1 കിട്ടും. അപ്പോൾ വീണ്ടും ഞാൻ 0.5 ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ 1 × 1.5 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, അടുത്ത നമ്പറായിട്ടുള്ള 1.5 കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും 1.5 എന്ന് അടുത്ത നമ്പർ എങ്ങനെ കിട്ടും, ഈ 1.5നെ നമ്മൾ എന്താക്കുക, ഒരു 0.5 കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും. ആ 2 കൊണ്ട് 1.5നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ മാർക്ക് എഴുതാൻ നമ്പർ കിട്ടും. അപ്പോൾ 1.5 നമ്മൾ 2 ആക്കി. 2 × 1.5 എത്രയാ, 3.0 എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കിലുള്ള നമ്പർ. ഓപ്ഷൻ നോക്കുക, 3.0യും 3യും എല്ലാം സെയിം ആണ്. ഓപ്ഷൻ ബി ഉണ്ട് 3. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. 7.5 ലാസ്റ്റ് നമ്പർ കിടപ്പുണ്ട്, അത് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്പർ കിട്ടുന്നുണ്ട്, നമ്മൾ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ മിസ്സിംഗ് നമ്പർ 3 ആണ്. അപ്പോൾ ഇവിടെ 3 നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി 3നും 7.5 നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാം, 2 കിട്ടിയിട്ടുണ്ട്. 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആരെ കിട്ടണം, 7.5 കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, 3 × 2.5 25 × 3 എന്ന് പറഞ്ഞാൽ 75 ആണ്. ഒരു ഡെസിമൽ മാറുമ്പോൾ 7.5 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സീരീസ് വെരിഫൈ ആകുന്നുണ്ട് ആ ഒരു പാറ്റേണിൽ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 7th ക്വസ്റ്റ്യനിലോട്ട് പോകാം. 7th ക്വസ്റ്റ്യനിൽ നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. എന്താണെന്ന്, 31, 16, 17 ക്വസ്റ്റ്യൻ മാർക്ക് 56, 142 142.5 ആണ്. ഓക്കെ, അപ്പോൾ 142.5 ലാസ്റ്റ് നമ്പറായിട്ടുള്ള 142.5.
നമുക്കിതിൽ നമുക്കൊരു പാറ്റേൺ എങ്ങനെ കിട്ടാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 31 16 31 16 നമ്മൾ നോക്കുമ്പോൾ ഏകദേശം പകുതിയാണ് 16 എന്ന് പറയുന്നത്. 31ന്റെ ഏകദേശം പകുതിയാണ് 16. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 31നെ പകുതിയാക്കുക. അപ്പം ഇൻറ്റു 0.5. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ 0.5 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടത്തില്ലേ? 31ൻ്റെ പകുതി എടുത്ത് നമുക്ക് എന്ത് കിട്ടും? 15.5 എന്ന് കിട്ടും. എന്നിട്ട് ഈ പകുതി നമ്മൾ വീണ്ടും അതിനോട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. അപ്പം ഹാഫ് എടുക്കുക, എന്നിട്ട് ആ ഹാഫ് ആഡ് ചെയ്യുക. അതാണ് നമുക്ക് ഫസ്റ്റ് രണ്ട് നമ്പറിനൊക്കെ ഇടയിലുള്ള റിലേഷൻ. ഇനി അടുത്തതിലോട്ട് പോകാം. ഞാനൊരു 0.5 വീണ്ടും എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? അതേ കണക്ക് ഇൻറ്റു 1 ചെയ്തിട്ട് അതേ നമ്പർ ആഡ് ചെയ്യുക. 16 × 1 16 ആണ്. പ്ലസ് 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 17 കിട്ടും. അപ്പോൾ അടുത്ത നമ്പർ വീണ്ടും 0.5 ആഡ് ചെയ്യുക. എന്ത് വരും? 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ 1.5 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 17 × 1.5 ചെയ്ത് നോക്കാം. 17 × 1.5 ചെയ്യുമ്പോൾ നമുക്ക് 25.5 സംതിങ് കിട്ടും. 25.5 എന്ന് കിട്ടും. 25.5. ഇനി ആ 25.5ൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്യുക? ഒരു 0.5 ആഡ് ചെയ്യുക. 0.5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 26 എന്ന് കിട്ടും. സോറി, 0.5 അല്ല, 1.5 ആണ് ആഡ് ചെയ്യുള്ളത്. കാരണം നമ്മൾ 1.5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ എത്ര തന്നെ ആഡ് ചെയ്യണം? 1.5 തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 27 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ നോക്കുക, 27. ഓപ്ഷൻ ബി ഉണ്ട്, 27. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. നമുക്ക് ഈ പാറ്റേൺ വെരിഫൈഡ് ആവുന്നുണ്ടോ നമുക്ക് അപ്പുറത്തോട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വരുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് അടുത്ത നമ്പറിലോട്ട് നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? ഇൻറ്റു 2 ചെയ്യുന്നു, പ്ലസ് 2 ചെയ്യുന്നു. നമുക്ക് കിട്ടിയ നമ്പർ 27 ആണ്. 27 × 2 ചെയ്യുക. 27 × 2 ചെയ്യുമ്പോൾ നമുക്ക് 54 എന്ന് കിട്ടും. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത അതേ നമ്പർ 2 എത്ര കിട്ടും? 56. അപ്പോൾ നമ്മുടെ സീരീസ് വെരിഫൈ ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ നമ്പർ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആഡും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സീരീസിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 8ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ആ തന്നിരിക്കുന്ന സീരീസ് എന്താണ്? 3, 17, 83, 329, 329, ക്വസ്റ്റ്യൻ മാർക്ക് ലാസ്റ്റ് നമ്പറായിട്ടുള്ള 1961. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ. നമുക്കിതെങ്ങനെ നമുക്ക് റിലേഷൻ എടുക്കാം? 3യും 17നും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ 3 × 6 ചെയ്തിട്ട് ഒരു 1 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 17 കിട്ടും. എന്ന് വെച്ചാൽ ഇൻറ്റു 6 ചെയ്യുക, -1 ചെയ്യുക. നമുക്ക് ആരെ കിട്ടും? 17 കിട്ടും 3 എന്ന്. ഇനി അടുത്ത് നമുക്ക് എങ്ങനെ 83 ഒബ്സർവ് ചെയ്യാം? 17 എന്ന് 17ൻ്റെ കൂടെ ഒരു 5 മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 2 കുറച്ച് നമുക്ക് ആരെ കിട്ടും? 83 കിട്ടും. അതേ കണക്ക് തന്നെ 83 എന്ന് നമ്മൾ എങ്ങനെ 329 എങ്ങനെ എത്താം? അതേ 4 മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു 3 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇൻറ്റു 6, ഇൻറ്റു 5, ഇൻറ്റു 4. എന്നിട്ട് 1 കുറഞ്ഞു, 2 കുറഞ്ഞു, 3 കുറഞ്ഞു. അപ്പോൾ അടുത്ത് എന്ത് കിട്ടും? ഇൻറ്റു 3 ആയിരിക്കും. ഇൻറ്റു 3 ആയിരിക്കും. എന്ത് കുറയും? 2 കുറയും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 2 കുറയത്തില്ല, 4 ആണ് കേട്ടോ കുറയുന്നത്. 1 കുറയുന്നു, 2 കുറയുന്നു, 3 കുറയുന്നു, അടുത്ത 4 ആണ് കുറയുന്നത്. അതുകൊണ്ടൊന്ന് 4 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെ കിട്ടും? 329 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 വരും, സംതിങ് 8 വരും, പിന്നെ 9 വരും. ഓക്കെ, 987 ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ. ഇത് നമുക്ക് എത്ര കുറയ്ക്കണം? 4 കുറയ്ക്കണം. 4 കുറഞ്ഞാൽ 983 എന്ന് വരും. 983. ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഓപ്ഷൻ എ ഉണ്ട്. അതാണ് നമ്മുടെ ആൻസർ. ഇനി നമ്മൾ ലാസ്റ്റ് നമ്പറുമായിട്ട് ഈ ഒരു കിട്ടുന്ന പാറ്റേൺ വെരിഫൈയും കൂടെ ചെയ്യണം. അപ്പം നമ്മളിവിടെ ഇൻറ്റു 3 -4 ചെയ്താൽ അടുത്ത എന്ത് ചെയ്യണം? ഇൻറ്റു 2 -5 ചെയ്യണം. ഇൻറ്റു 2 -5. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയ നമ്പർ ഇവിടെ എത്രയാ? 983. ഓക്കെ, അപ്പം 983 ഇൻറ്റു എത്ര? 983 ഇൻറ്റു നമ്മുടെ 2 ചെയ്യുക. ഇൻറ്റു 2 എത്ര കിട്ടും നമുക്ക്? 6, 16, 1, 9. ഓക്കെ, 1966 എന്ന് കിട്ടും. ഈ 1966ൻ്റെ കൂടെ നമ്മൾ എത്ര സബ്ട്രാക്ട് ചെയ്യണം? 5 കുറയ്ക്കണം. കാരണം 1 കുറഞ്ഞു, 2 കുറഞ്ഞു, 3 കുറഞ്ഞു, 4 കുറഞ്ഞു. അപ്പോൾ ലാസ്റ്റിന് എത്ര കുറയ്ക്കണം? 5 കുറയ്ക്കണം. 5 കുറയ്ക്കുമ്പോൾ 1961 എന്ന് കിട്ടും.
നമ്മുടെ പാറ്റേൺ അവിടെ കറക്റ്റായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി 9ലോട്ട് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത്? 99, 82, 63, 50, 35, ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സീരീസ്. 99 ഉണ്ട്, 82 ഉണ്ട്, 63 ഉണ്ട്, 50 ഉണ്ട്, 35 ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ എങ്ങനെ ചെയ്യാം? 99 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ എന്ന് 1 കുറയ്ക്കുക. അതേ കണക്ക് 82 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ന്റെ സ്ക്വയർ എന്ന് 1 കൂട്ടുക. 63 എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ എന്ന് 1 കുറയ്ക്കുക. അപ്പോൾ എന്ത് മനസ്സിലായി? 10ന്റെ സ്ക്വയർ എന്ന് 1 കുറഞ്ഞു, അടുത്തത് 9ന്റെ സ്ക്വയർ എന്ന് 1 കൂടി. മൂന്നാമത്തെ നമ്പർ 8ന്റെ സ്ക്വയർ എന്ന് 1 കുറഞ്ഞു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി 50 എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ എന്ന് 1 കൂടും. അടുത്ത 35 എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ എന്ന് 1 കുറയും. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 5ന്റെ സ്ക്വയർ എന്ന് 1 കൂടും. 5ന്റെ സ്ക്വയർ 25 ആണ്, പ്ലസ് 1 കൂടിയാൽ എത്ര കിട്ടും? 26 കിട്ടും. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇതൊരു സ്ക്വയർ നമ്പർ വെച്ച് നമ്മൾ ചെയ്യുന്നൊരു നമ്പർ സീരീസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ 26 ഉണ്ട്. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സ്ക്വയർ ടേംസ് ആണ് വരുന്നത്. അടുത്ത നമുക്കൊരു 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ 10ാമത്തെ ക്വസ്റ്റ്യൻ? 58, 179, ക്വസ്റ്റ്യൻ മാർക്ക് 492, 688. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇതങ്ങനെ നമുക്കിവിടെ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാം. 58 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്താ? 179 ആണ്. നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. 58നും 179നും ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 121 ആണ്. അടുത്ത നമുക്ക് ഡിഫറൻസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്തതും ഡിഫറൻസ് എടുക്കാൻ നമുക്ക് പറ്റില്ല. ലാസ്റ്റ് നോക്കാം. ലാസ്റ്റ് ഡിഫറൻസ് എത്രയാ? നമുക്ക് എടുക്കുമ്പോൾ 688 നിന്ന് 492 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 196 എന്ന് കിട്ടും. 196 കിട്ടുന്നുണ്ട് ഡിഫറൻസ്. നമുക്ക് ഫ്രണ്ടിൽ 121 കിട്ടുന്നുണ്ട്. ഈ 121 എന്ന് പറഞ്ഞാൽ 11ന്റെ സ്ക്വയർ ആണ്. അതേ കണക്ക് 196 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയർ ആണ്? 14ന്റെ സ്ക്വയർ ആണ്. സ്വാഭാവികമായിട്ടും ഇവിടെ 11ന്റെ സ്ക്വയർ ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? 12ന്റെ സ്ക്വയർ ആണ് നമുക്ക് അവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? 144. അപ്പോൾ എന്ത് ചെയ്യുക? 179ന്റെ കൂടെ 144 നമ്മൾ ആഡ് ചെയ്താൽ മതി, ആൻസറായി. അപ്പോൾ 3, 1, 2, 3 എന്ന് വരും. 3, 2, 3, 323 നമുക്ക് കിട്ടുന്ന ആൻസർ. ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഓപ്ഷൻ എയിലുണ്ട് 323. ഇനി നമ്മൾ ഇതേ പാറ്റേൺ നമുക്ക് അടുത്ത നമ്പറിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെക്ക് ചെയ്യുക. നമുക്ക് കിട്ടിയ ഒരു ലോജിക്ക് അവിടെ എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്യുക. ഇവിടെ 12ന്റെ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അടുത്ത എന്തായിരിക്കും? 13ന്റെ സ്ക്വയർ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. 13ന്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 323യുടെ കൂടെ 13 സ്ക്വയർ ആയിട്ടുള്ള 169 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഈ ഒരു 492 കിട്ടണം. 932,194. നമുക്ക് ആ നമ്പർ അവിടെ വെരിഫൈ ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 323 തന്നെയാണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 11ലോട്ട് പോവുക. 11ലെ നമ്പർ എന്താണ്? 1,1,2. ഓക്കെ, 2, 4, 7, 11, 16, ക്വസ്റ്റ്യൻ മാർക്ക് 29, 37. ഇതാണ് നമ്മുടെ അടുത്ത നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ. ഇത് സിമ്പിളായിട്ടൊരു നമ്പർ സീരീസ് ആണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. 1നും 1നും ഇടയ്ക്ക് ഡിഫറൻസ് 0 ആണ്. 1നും 2നും ഇടയ്ക്ക് ഡിഫറൻസ് 1 ആണ്. 2നും 4നും ഇടയ്ക്ക് ഡിഫറൻസ് 2 ആണ്. അടുത്ത ഡിഫറൻസ് 3 ആണ്. അടുത്തത് 4 ആണ്. അടുത്തത് 5 ആണ്. അടുത്തത് എന്തായിരിക്കും? 6ന്റെ ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം എന്ത് ചെയ്യുക? 16ന്റെ കൂടെ 6 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 22 എന്ന് കിട്ടും. 16 പ്ലസ് ഡിഫറൻസ് 6, 22. അതാണ് നമ്മുടെ അടുത്ത നമ്പർ. അടുത്ത നമ്പർ 22 ആണ്. ഇനി നമ്മൾ ഈ ഒരു പാറ്റേൺ അടുത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നോ നോക്കുക. 22നും 29നും ഇടയ്ക്ക് ഡിഫറൻസ് എത്ര കിട്ടും? 7 കിട്ടും. 29നും 37നും ഇടയ്ക്ക് നമുക്ക് ഡിഫറൻസ് എത്ര കിട്ടും? 8 കിട്ടും. ആ ഒരു പാറ്റേൺ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഓപ്ഷൻ എ ഉണ്ട് 22. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യനിലെ സീരീസ് എന്ന് പറഞ്ഞാൽ 2, 8, 4, 16, 16, 32, ക്വസ്റ്റ്യൻ മാർക്ക് 64. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ സീരീസ്. ഞാൻ ഇവിടെ ഒരു ഓൾട്ടർനേറ്റ് സീരീസ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ 2, അടുത്തത് 4, 16, ക്വസ്റ്റ്യൻ മാർക്ക്. അതാണ് ഞാൻ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുന്ന സീരീസ്. അടുത്തത് എന്താണ്? 8, 16, 32, 64. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സീരീസ് എന്താണ്? 8ഉം 16ഉം തമ്മിൽ ഇൻറ്റു 2 ആണ്. 16, 32 വീണ്ടും ഇൻറ്റു 2 ആണ്.
32 64 വീണ്ടും ഇൻറ്റു 2 ആണ്. അപ്പോൾ അതാണ് ഓൾട്ടർനേറ്റ് സീരീസിലെ രണ്ടാമത്തെ സീരീസിൻ്റെ പാറ്റേൺ. ഇനി ഫസ്റ്റ് കിടക്കുന്നത് എന്താണ്? 2 4 4 16 2 പറഞ്ഞാൽ 2⁻²1. ഇവിടെ നമുക്ക് 2⁻²2 ഒബ്സർവ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2⁻4 ഒബ്സർവ് ചെയ്യാം. അല്ല, അതിനെക്കാട്ടി സിമ്പിളായിട്ട് നമുക്ക് വേറൊരു സീരീസ് കിട്ടുന്നുണ്ട് അവിടെ. 2 4 16 എന്ന് വെച്ചാൽ 2 4 ഇത് നമുക്ക് 2 4 ഇത് 2², ഇത് 4 16 4², 16 അപ്പോൾ 16². ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഒബ്സർവേഷൻ. നേരത്തെ എടുത്തതല്ല. 2² 4² 16². അപ്പോൾ അടുത്ത നമ്പറായിട്ടുള്ള 16² എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 256 ആണ് 16². അപ്പോൾ നോക്കുക, ഓപ്ഷൻ 256 ഓപ്ഷൻ ബി ഉണ്ട്. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 256. ഇനി നമുക്ക് 13th ക്വസ്റ്റ്യനിലോട്ട് പോവാം. അവിടുത്തെ പാറ്റേൺ എന്താണ്? സീരീസ് എന്താണ്? 14 45 138 12 54. ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന സീരീസ്. അപ്പോൾ 14 45 138 254. നമുക്ക് കണ്ടാലേ അറിയാം നമ്മുടെ ആ ഒരു നമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വലുതായിട്ടാണ് ഇൻക്രീസ് ആയി പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് ആ പ്രോപ്പർ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ നോക്കാം. 14 45 എങ്ങനെ നമുക്ക് എത്താം? 14 × 3. അതേ 3 കൊണ്ട് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 45 കിട്ടും. 14 × 3 ചെയ്യുക, +3 നമുക്ക് എന്ത് കിട്ടും? 45 കിട്ടും. ഇതേ പാറ്റേണിൽ 138 നമുക്ക് കിട്ടും. 45 × 3 ചെയ്യുക, അതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുക? 3 ആഡ് ചെയ്യുക. നമുക്ക് വീണ്ടും എന്ത് കിട്ടും? 138 കിട്ടും. അപ്പോൾ ഇതേ പാറ്റേൺ നമുക്ക് അടുത്ത നമ്പർ എങ്ങനെ കിട്ടും? 138ൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക? 3 മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുക? 3 ആഡ് ചെയ്യുക. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 417 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന നമ്പർ. അപ്പോൾ ഈ 417 ഓപ്ഷൻ ഉണ്ടാകും, ചെക്ക് ചെയ്യുക. ഉണ്ട്, ഓപ്ഷൻ എയിലുണ്ട് 417. അതാണ് നമ്മുടെ മിസ്സിംഗ് നമ്പർ. ഇനി നമ്മൾ ഈ കിട്ടിയ പാറ്റേൺ ലാസ്റ്റ് നമ്പറിൽ നമുക്ക് വെരിഫൈ ആകുന്നുണ്ട് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കാം. 417 നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഈ 1254 തന്നെ കിട്ടും. അപ്പം നമുക്ക് കണ്ടുപിടിച്ച ലോജിക്ക് ഇവിടെ എന്താണ്? ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആയിട്ടുള്ള 417 തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14 പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 14 എന്താണ്? 35 34 42 36 50 40 69 54. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന സീരീസ്. നമുക്ക് എങ്ങനെ ഡിഫറൻസ് എടുത്ത് നോക്കാം? ഇവിടെയും നമുക്കൊരു ഓൾട്ടർനേറ്റ് സീരീസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 35 42 42 50 50 നമുക്ക് എങ്ങോട്ട് പോകാം? ക്വസ്റ്റ്യൻ മാർക്കിലോട്ട് പോകാം. 35 42 തമ്മിൽ നമുക്കൊരു 7 ഡിഫറൻസ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? 42 50 നമുക്ക് എത്ര? 8 ആണ് നമ്മുടെ ഡിഫറൻസ്. അടുത്ത 50 അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കോട് എത്രയായിരിക്കും നമുക്ക് കിട്ടുന്ന ഡിഫറൻസ്? 9 ആയിരിക്കും. എന്ന് വെച്ചാൽ 35 ഇവിടെ 7 ആഡ് ചെയ്താൽ 42, 42 8 ആഡ് ചെയ്താൽ 50, 50 9 ആഡ് ചെയ്താൽ അടുത്ത നമ്പറായിട്ടുള്ള 59 കിട്ടും. ഓപ്ഷൻ ചെക്ക് ചെയ്യുക. 59 ഉണ്ടോ എന്ന്? ഉണ്ട്. ഓപ്ഷൻ സി 59 ഉണ്ട്. അടുത്ത നമുക്ക് 15th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ സീരീസ്? 28 27 52 153 ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ? 28 27 എങ്ങനെ പോകാം? നമുക്ക് ഇൻറ്റു 1 ചെയ്തിട്ട് 1 കുറച്ചാൽ പോരെ? 28 × 1 28 ആണ്. 1 കുറച്ചാൽ എത്ര കിട്ടും? 27 കിട്ടും. ഇനി 27 എങ്ങനെ 52 പോകാം? 27 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 52 കിട്ടും. അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണെങ്കിൽ അടുത്ത് എന്ത് ചെയ്യുക? ഇൻറ്റു 3 ചെയ്യുക, -3 ചെയ്യുക. അപ്പം മിസ്സിംഗ് നമ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഇൻറ്റു 4 ചെയ്യുക, അതേ 4 എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 153 × 4 153 × 4 ചെയ്യുമ്പോൾ 12 1 612 ആയിരിക്കും നമുക്ക് കിട്ടുന്ന നമ്പർ. ഈ നമ്പർ നമ്മൾ 612 ആയിരിക്കും നമുക്ക് കിട്ടുന്ന നമ്പർ. 612 നമ്മൾ എന്ത് കുറയ്ക്കുക? 4 കുറയ്ക്കുക. 612 4 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 608 എന്നായിരിക്കും നമുക്ക് കിട്ടുക. 608 ആണ് നമുക്ക് ഇവിടെ കിട്ടേണ്ട ആൻസർ. ഓക്കെ, ഓപ്ഷനിൽ നമുക്ക് ആ ഒരു വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ 608 ആണ്. നമുക്ക് ഓപ്ഷൻ തന്നിട്ടില്ല സ്ഥിതിക്ക് ഓപ്ഷൻ തെറ്റാണ്. എന്നാലും കുഴപ്പമില്ല, ഇതാണ് എൻ്റെ ആൻസർ. നമുക്കൊരു കാര്യം ചെയ്യാം, ഓപ്ഷൻ ഡി സ്ട്രൈക്ക് ചെയ്തിട്ട് അതിന് നമുക്ക് 608 ആക്കാം.
അപ്പോൾ 608 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്പർ സീരീസിൻ്റെ അടുത്ത ലെവൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇന്ന് മാക്സിമം മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്ക്വയർ ക്വസ്റ്റ്യൻസാണ് നമ്മൾ കൂടുതലും ചെയ്തത്. നമുക്കിനി ഒരു സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് പാർട്ടും കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെ നമുക്ക് ക്യൂബ് എന്ന ക്വസ്റ്റ്യൻസും ഓൾട്ടർനേറ്റ് സീരീസിൻ്റെ കുറച്ചും കൂടെ എക്സ്ട്രാ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ അടുത്ത ഒരു വീഡിയോ നമുക്ക് ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്യാനുള്ളത്.